ഏവർക്കും ടൂസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. കേഡറ്റ് കാറ്റഗറി 3 സോഷ്യൽ സയൻസ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു സെഷനുമായിട്ടാണ് ഇന്ന് ടൂസ് അക്കാഡമി വന്നിട്ടുള്ളത്. മുൻ വർഷങ്ങളിലും എക്സാം സ്പെഷ്യൽ വീഡിയോസ് സ്റ്റുഡൻസിന് ഉപകാരപ്പെടാറുണ്ട്. ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാറി വന്ന SCERT സിലബസ് പ്രകാരമുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തവണ എക്സാമിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന തരത്തിൽ കുറച്ചേറെ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലാസ്റ്റ് നടന്ന കേട്ടറ്റ് എക്സാമിന് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ ഈസ് റിലേറ്റഡ് വിത്ത് മുഗൾസ്, മറാത്താസ്, ഖൽജീസ്, ചോളാസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചോളാസ് ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ചോളാസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോള രാജ്യത്തെ മന്ത്രിമാർക്ക് പ്രത്യേകതരം ഒരു സമിതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ശക്തമായിട്ടുള്ള ഒരു ആർമിയും ചോള രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു എന്നാണ് 13ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള വെനീഷ്യൻ സഞ്ചാരിയായിട്ടുള്ള മാർക്കോ പോളോ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഈ ചോള രാജ്യത്ത് പലതരത്തിലുള്ള മണ്ഡലങ്ങളായിട്ടാണ് കച്ചവടങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. വളനാട്, നാട് എന്നിങ്ങനെ തരംതിരിച്ചാണ് ഇത്തരത്തിൽ കച്ചവടങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ല തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ആ ഒരു സമയത്ത് ഡെവലപ്പായി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാക്സ്, ഇപ്പോൾ ലാൻഡ് ടാക്സിന് പുറമേ തന്നെ ഖനികൾ, ഉപ്പ് ഇതിനൊക്കെ മേൽ നികുതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോളന്മാരുടെ ഗ്രാമ സ്വയംഭരണത്തെക്കുറിച്ചിട്ടും ഒക്കെ തന്നെ വിവിധ തരത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നുമാണ് എവിഡൻസ് ലഭിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഉത്തരമേരൂർ ലിഖിതം അഥവാ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ many records of that time give evidence regarding village self-governance under the Cholas. The most important among in the ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ പറയുന്നത് അക്കാലത്ത് ഉണ്ടായിരുന്ന സഭകളെ ഊർ, അതുപോലെ തന്നെ സഭ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ചോള ഗ്രാമ സ്വയംഭരണത്തെ കുറിച്ചിട്ടുള്ള എവിഡൻസ് ലഭിക്കുന്ന ഒരു ലിഖിതമാണ് അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻ ആണ് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കോർഡോവ യൂണിവേഴ്സിറ്റി ആരാണ് സ്ഥാപിച്ചതെന്നുള്ളത്. അപ്പൊ കോർഡോവ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് സ്പെയിനിലാണെങ്കിലും സ്ഥാപിച്ചത് അറബികളാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വന്നിട്ട് അറബ്സ് ആണ് കേട്ടോ. അപ്പോൾ കോർഡോവ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ലൈബ്രറി എന്ന് പറയുന്നത്. അതും ആ ലൈബ്രറിയിൽ തൗസൻഡ്സ് ഓഫ് മാനുസ്ക്രിപ്റ്റ്സുകളാണ് ഉൾപ്പെടുന്നത്. സോ this university provide the facilities for learning languages such as Greek, Syriac, Persian and Sanskrit. Arabic version of books originally written in this language was available in the library of the universities. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി പ്രധാനമായിട്ടും ലാംഗ്വേജസ് പഠിക്കുന്നതിന് ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഗ്രീക്ക്, സിറിയക്, പേർഷ്യൻ, സാൻസ്ക്രിറ്റ് തുടങ്ങിയിട്ടുള്ളവയാണ്. അതേപോലെ തന്നെ ഈ ലാംഗ്വേജസിൽ അറബിക് വേർഷൻ ബുക്കുകൾ ഒറിജിനലി എഴുതപ്പെട്ടിട്ടുള്ളതും ഈ ലൈബ്രറിയിൽ അവൈലബിൾ ആണ് തുടങ്ങിയിട്ടുള്ളവയാണ് കോർഡോവ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ലാസ്റ്റ് നടന്നിട്ടുള്ള എക്സാമിലൊക്കെ തന്നെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ജോഗ്രഫിയിൽ നിന്നുമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. East Australian current is a warm current and West Australian current is a warm current. Both East Australian and West Australian currents are warm currents and both East Australian and West Australian currents are cold currents. അപ്പോൾ ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യമേ തന്നെ വാം കറൻസും കോൾഡ് കറൻസും ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ നോക്കിക്കേ, വാം കറൻസ് എന്ന് പറയുന്നത് നോർത്ത് ഇക്വറ്റോറിയൽ കറൻസ്, അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ കോണ്ടോർ കറൻസ് ആൻഡ് സൗത്ത് ഇക്വറ്റോറിയൽ കറൻസ്
ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ്. അപ്പം ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വാം കറന്റ് ആണ് അല്ലേ? അതുപോലെ തന്നെ കുരിഷ്യോ കറന്റ്, നോർത്ത് പസഫിക് കറന്റ് ആൻഡ് ബ്രിട്ടീഷ് കൊളംബിയ കറന്റ്, ഇതെല്ലാം തന്നെ വാം കറന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ പസഫിക് ഓഷനിലെ വാം കറന്റ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കോൾഡ് കറന്റ്സ് ആണ്. കോൾഡ് കറന്റ്സ് എന്ന് പറയുമ്പോൾ കാലിഫോർണിയ കറന്റ്സ്, പെറു കറന്റ്, അതുപോലെ തന്നെ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് ആൻഡ് ഒയാഷിയോ കറന്റ്, ഇതെല്ലാം തന്നെ കോൾഡ് കറന്റ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ് എന്ന് പറയുന്നത് ഒരു വാം കറന്റ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി കറക്റ്റ് ആണോ അതോ റോങ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വാം കറന്റ് ഇക്വറ്ററൽ കറന്റ് ആൻഡ് അഗുല്ലാസ് കറന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൾഡ് കറന്റ്സ് എന്ന് പറയുന്നത് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് ആൻഡ് വെസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റുമാണ്. അപ്പോൾ ഇക്വറ്ററൽ കറന്റിനെയാണ് നമ്മൾ എന്താണെന്ന് അറിയപ്പെടുന്നത്? മൺസൂൺ പ്രവാഹം എന്നറിയപ്പെടുന്നത്. മൺസൂൺ പ്രവാഹം, അതുപോലെ അഗുൽഹാസ് പ്രവാഹം, പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം തുടങ്ങിയവയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കറന്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഇക്വറ്ററൽ കറന്റ്സും അഗുല്ലാസ് കറന്റ്സും എന്ന് പറയുന്നത് ഉഷ്ണജല പ്രവാഹവും, പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം എന്ന് പറയുന്നത് ശീതജല പ്രവാഹവുമാണ്. അടുത്തത് ജോഗ്രഫിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിൻഡിനെ കുറിച്ചിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എസ്പെഷ്യലി ലോക്കൽ വിൻഡ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ സമ്മർ സീസണിൽ വീശുന്ന കാറ്റുകളാണ് മാംഗോ ഷവർ എന്ന് അറിയപ്പെടുന്നത്. ആക്ച്വലി മാംഗോ ഷവർ അല്ലെങ്കിൽ മാംഗോ റെയിൻ എന്നൊക്കെ പറയുന്നത് ഒരു കൊളോക്കിയൽ ടേം ആണ്. അത് നമ്മുടെ നാട്ടിൽ മാത്രം പറയുന്ന ഒരു, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു പ്രീ മൺസൂൺ റെയിൻഫോളിന് മുമ്പാണ് ഈ ഒരു കാറ്റ് വീശുന്നത്. ഇതിനെ ഏപ്രിൽ റെയിൻ അതുപോലെ തന്നെ സമ്മർ ഷവർ എന്നുകൂടി അറിയപ്പെടാറുണ്ട്. എസ്പെഷ്യലി സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇൻക്ലൂഡിംഗ് ഇന്ത്യ, കംബോഡിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലാണ് ഈ ഒരു മാംഗോ ഷവർ വീശാറുള്ളത്. പ്രധാനമായിട്ടും കേരള, കർണാടക കോസ്റ്റൽ ഏരിയയിലാണ് ഇത് അനുഭവപ്പെടാറുള്ളത്. മറ്റൊന്നാണ് ബ്ലോസം ഷവർ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലോസം ഷവർ എന്ന് പറയുന്നത് കേരളത്തിൽ വീശുന്ന ഒരു ലോക്കൽ വെതർ കണ്ടീഷനാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷനിലാണ് കോഫി ഫ്ലവേഴ്സ് പൂക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കോഫി ഫ്ലവേഴ്സ് ബ്ലോസം എന്നും പറയാറുണ്ട്. മറ്റൊന്നാണ് കാൽബൈശാഖി എന്ന് പറയുന്നത്. അപ്പൊ കാൽബൈശാഖി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ എക്സാമിന് കൂടി ചോദിച്ച ഒന്നാണ് കാൽബൈശാഖി എന്ന് പറയുന്നത്. അപ്പൊ കാൽബൈശാഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കലാമിറ്റി ഓഫ് മന്ത് ഓഫ് ബൈശാഖ്. കാൽബൈശാഖിയെ അസാമിലൊക്കെ അറിയപ്പെടുന്നത് ബർദോളി, ചീത്ത തുടങ്ങിയിട്ടുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതൊരു ഉഷ്ണ കാറ്റാണ്, അതായത് ഒരു വരണ്ടുണങ്ങിയ ഉഷ്ണക്കാറ്റാണ് കാൽബൈശാഖി എന്ന് പറയുന്നത്, അഥവാ നോൺ വെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ലൂ എന്ന് പറയുന്നത്. അപ്പൊ ലൂ hot and dry and oppressing wind blowing the northern plains of Punjab to Bihar, highly intensity between Delhi and Patna. അപ്പോൾ പഞ്ചാബ്, ബീഹാർ, ഡൽഹി, പാട്ന തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ വീശുന്ന വരണ്ടുണങ്ങിയ ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. വളരെ റെയർ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും ഇത്തവണ ചോദിച്ചിട്ടുള്ളത്. സോ ഇന്ത്യ is federal structure but unitary in state. Which scholar made the following assessment regarding Indian Constitution? അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് KC വെയർ ആണ്. നമുക്ക് അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പോൾ KC വെയർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ക്വാസി ഫെഡറൽ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അത് മാത്രവുമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യൻ യൂണിയൻ ഈസ് എ യൂണിറ്ററി സ്റ്റേറ്റ് വിത്ത് സബ്സിഡറി ഫെഡറൽ ഫീച്ചേഴ്സ് റാദർ ദാൻ ഫെഡറൽ സ്റ്റേറ്റ് വിത്ത് സബ്സിഡറി യൂണിറ്ററി ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം യൂണിയൻ ഗവൺമെന്റും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റും ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഭരണവ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് KC വെയർ ആണ്. അദ്ദേഹമാണ് ക്വാസി ഫെഡറൽ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എക്കണോമിക്സിൽ നിന്നും ടാക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പൊതുവെ വരാറുള്ളത് GST റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇത്തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ടാക്സ് സിസ്റ്റം ദാറ്റ് ഇമ്പോസസ് ഹയർ റേറ്റ് ഓൺ ഹയർ ഇൻകം ലെവൽ ഈസ് നോൺ ആസ്. നോ ഡൗട്ട് ഓപ്ഷൻ ബി ആണ്, പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം ആണ്. അപ്പോൾ ആ ഒരു ജസ്റ്റ് നമുക്ക് റീഡ് ചെയ്യുമ്പോൾ തന്നെ മൈൻഡിലേക്ക് വരും പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം എന്നുള്ള രീതിയിൽ. സോ അതുകൊണ്ടാണ് നോ ഡൗട്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ടാക്സ് സിസ്റ്റവും അറിഞ്ഞിരുന്നാൽ അടുത്ത തവണ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്കൊന്ന് പോകാം.
പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റത്തെ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ടാക്സ് റേറ്റ് ഇൻക്രീസസ് ആസ് ദ ടാക്സബിൾ എമൗണ്ട് ഇൻക്രീസസ്. പ്രധാനമായിട്ടും ഹയർ ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനത്തിന്റെ നല്ലൊരു പെർസെൻറ്റേജ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് ലോവർ ഇൻകത്തിനുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് കൂടുതൽ എമൗണ്ട് ഇൻക്രീസ്, അതായത് എമൗണ്ട് ഏൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ടാക്സും കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് റിഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത്. സോ റിഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത് ദ ടാക്സ് റേറ്റ് ഡിക്രീസസ് ആസ് ദ എമൗണ്ട് സബ്ജക്ട് ടു ദ ടാക്സേഷൻ ഇൻക്രീസ് വൈൽ ദ റേറ്റ് മൈറ്റ് ബി ഫ്ലാറ്റ്. It is considered regressive because it takes a larger percentage of income from low income earners than from high income earners. ഇപ്പോൾ വളരെ കുറച്ച് വരുമാനം മാത്രമുള്ളൊരു വ്യക്തി സെയിൽസ് ടാക്സ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ അവരുടെ ഇൻകത്തിന്റെ നല്ലൊരു പെർസെൻറ്റേജ് അവിടെ ടാക്സ് ആയിട്ട് പേ ചെയ്യണം. അതൊരു ടാക്സ് ബർഡൻ ആയിട്ട് മാറുകയാണ് ആസ് കമ്പയർ ടു ഹൈ ഇൻകം ഏണേഴ്സ്. അടുത്തത് പ്രൊപ്പോർഷണൽ ടാക്സ് ആണ്. പ്രൊപ്പോർഷണൽ ടാക്സിനെ ഫ്ലാറ്റ് ടാക്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എവരി വൺ പേ ദ സെയിം പെർസെൻറ്റേജ് ഓഫ് ദെയർ ഇൻകം റിഗാർഡ്ലെസ് ഹൗ മച്ച് ദേ ഏൺ. അതായത് നമ്മൾ എത്ര സമ്പാദിക്കുന്നോ അതിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. എല്ലാവരും തുല്യമായ രീതിയിൽ, അതായത് സെയിം പെർസെൻറ്റേജ് എമൗണ്ട് ടാക്സ് ആയിട്ട് പേ ചെയ്യുന്നതാണ് പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുന്നത്. ദിസ് ജനറലി റെഫേഴ്സ് ടു ദ മെത്തേഡ് ഓഫ് ടാക്സിംഗ് മൾട്ടി jurisdictional corporation based on the share of their total business activities in a specific region rather than individual income levels. ക്ലാസ്സുകൾ എല്ലാവരും ആദ്യാവസാനം വരെ കണ്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു സെഷൻ ആണെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ മറ്റു വർഷങ്ങളെ പോലെയല്ല ഇത്തവണ കേട്ടിട്ട് എന്ന് പറയുന്നത് ഒരു ആവശ്യം മാത്രമല്ല, അത്യാവശ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓൾ ദി ബെസ്റ്റ്.